ഹലോ കൂട്ടുകാരെ, ഇന്നൊരു കഥയാണ് കേട്ടോ. അപ്പം പങ്കുവെച്ച കഥ. ഒരിടത്തൊരിടത്ത് ഒരു വീട്ടിൽ രണ്ട് പൂച്ചകൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം നന്നായി വിശന്നപ്പോൾ അവർ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ അടുക്കളയിൽ കയറി നോക്കി. അപ്പോൾ അതാ അവിടെ ഒരു നെയ്യപ്പം. അവർ വേഗം തന്നെ ആരും കാണാതെ അതെടുത്ത് പുറത്തേക്ക് ഓടി. രണ്ടുപേരും നല്ല കൊതിയിലാണ്. നെയ്യപ്പം പങ്കുവെച്ച് കഴിക്കാൻ തീരുമാനിച്ചു. നെയ്യപ്പം അവർ പകുതിയായി മുറിക്കാൻ നോക്കി. പക്ഷേ ഒരേപോലെ മുറിക്കാൻ പറ്റിയില്ല. ഒരു കഷ്ണം വലുതും ഒരു കഷ്ണം ചെറുതുമായി. രണ്ടുപേരും വലിയ കഷ്ണത്തിനു വേണ്ടി വഴക്കായി. അവിടെ അടുത്തു തന്നെ താമസിച്ചിരുന്ന കുരങ്ങച്ചൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നെയ്യപ്പം കണ്ടപ്പോഴേ വായിൽ വെള്ളം ഊറി. എങ്ങനെ ഈ നെയ്യപ്പം അടിച്ചെടുക്കാം എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. കുരങ്ങച്ചൻ പതുക്കെ പൂച്ചകളുടെ അടുത്തേക്ക് ചെന്നു. രണ്ടുപേരും പൊരിഞ്ഞ അടിയാണ്. കുരങ്ങച്ചൻ പറഞ്ഞു, നിർത്തു കൂട്ടുകാരെ, എന്തിനാണ് നിങ്ങൾ വഴക്കടിക്കുന്നത്? ആ അപ്പം ഇങ്ങ് തരൂ, ഞാൻ പങ്കുവച്ചു തരാം. പൂച്ചകൾക്ക് സന്തോഷമായി. അവർ അപ്പം കുരങ്ങച്ചന് കൊടുത്തു. കുരങ്ങച്ചൻ ആദ്യം ആ വലിയ കഷ്ണം ഒന്ന് കടിച്ചു. എന്നിട്ട് പൂച്ചകളെ കാണിച്ചു. അപ്പോഴോ ആ കഷ്ണം ചെറുതും മറ്റേ കഷ്ണം വലുതുമായി. അപ്പോൾ പൂച്ചകൾ വീണ്ടും വഴക്കായി. കുരങ്ങച്ചൻ മറ്റേ കഷ്ണം കടിച്ചു. ഓരോ തവണ കടിക്കുമ്പോഴും ഒരു കഷ്ണം വലുതും ഒരു കഷ്ണം ചെറുതുമായി. അങ്ങനെ ഒരു കടി, രണ്ട് കടി, മൂന്ന് കടി ഒക്കെ ആയി. സൂത്രക്കാരനായ കുരങ്ങച്ചൻ അത് മുഴുവൻ അകത്താക്കി. പൂച്ചകൾ ചോദിച്ചു, എവിടെ ഞങ്ങളുടെ അപ്പം? കുരങ്ങച്ചൻ പറഞ്ഞു, ഇനിയെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ വഴക്ക് കൂടാതെ കഴിക്കണം. പൂച്ചകൾ രണ്ടുപേരും വല്ലാതെ വിഷമിച്ചു. കൂട്ടുകാരെ, ഇതിൽ നിന്നും നമുക്കെന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളെപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കാതെ വിട്ടുവീഴ്ചകൾ ചെയ്യണം. അല്ലെങ്കിൽ ആ അവസ്ഥകൾ മറ്റുള്ളവർ മുതലെടുക്കും. നമ്മുടെ കുരങ്ങച്ചൻ ചെയ്ത പോലെ. മറ്റൊരു കാര്യം, നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാൻ വരുന്നവർ അവരുടെ നേട്ടത്തിന് വേണ്ടിയാണോ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണോ എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. വിട്ടുവീഴ്ചകൾ ചെയ്തും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും എൻ്റെ കൂട്ടുകാരുടെ എല്ലാം ലൈഫ് ബ്യൂട്ടിഫുൾ ആകട്ടെ. എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.